അയ്യോ തന്നെ നോക്കുന്നിങ്ങനെ വരുന്നോ വരുന്നോ ഗൈസ്? ഇന്ന് ആക്ച്വലി ഇന്ന് തൊട്ട് നമ്മള് വെയിറ്റ് ലോസ് ചാലഞ്ച് തുടങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഇവിടെ പിന്നെ ഒരു ഉഴുന്നുവട ഉണ്ട്. അപ്പൊ ഞാൻ ഒരു സമൂസ കഴിച്ചു. അപ്പോൾ ഒരു ഉഴുന്നുവടയും കൂടെ കഴിക്കാൻ വിചാരിച്ചു. നാളെ തൊട്ട് ഞാൻ വെയിറ്റ് ലോസ് ആണ്. ഞാൻ ഇമാതിരി സാധനങ്ങളൊന്നും തിന്നൂല. ഓയിലി ഐറ്റംസിനോടൊക്കെ വിടാം. ഷുഗർ കട്ട്. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ നമുക്കൊരു ഈവനിങ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇത് ഈവനിങ് തൊട്ടാണ് നമ്മൾ മെയിനായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈവനിങ് വ്ളോഗിൽ ഒതുക്കിയത് കേട്ടോ. ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ ഡെയിലി വ്ളോഗല്ല, എന്തായാലും പറയാം, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ടേ വീഡിയോ ഒക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതൊന്നും നടക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഈവനിങ് തൊട്ട് വീഡിയോ എടുത്തിട്ട് ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞ പേരിൽ ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പം ഇപ്പം ഞാനും കുഞ്ഞും കൂടെ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ പ്രബോധിനിയിലേക്കാണ്. പ്രബോധിനി അമ്മ വെയിറ്റിംഗ് ആണ്. അപ്പം അമ്മയും ഞങ്ങൾ രണ്ടാളും കൂടെ നമ്മൾ നേരെ ഹരിമാമൻ്റെ വീട്ടിലേക്കാണ് പോണേ. ഹരിമാമൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഹരിമാമൻ്റെ മോള് ഹരിതയ്ക്ക് ഒരു വാവ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വാവനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അമ്മേനെ നമുക്ക് റോട്ടിൽ നിന്ന് കിട്ടി. അമ്മ അവിടെ റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അമ്മ വരുമ്പോൾ തന്നെ നമുക്ക് മിൽക്കി ബാറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ നടക്കണ വഴിക്കാണ് ഞാൻ നമ്മുടെ ഈ കൊന്നപ്പൂക്കളൊക്കെ കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര എത്ര പെട്ടെന്നാണ് ഒരു കൊല്ലം പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വിഷു എനിക്ക് ഓർമ്മയുണ്ട്. എത്ര പെട്ടെന്നല്ലേ ഈ ഒരു വർഷം പോയത്. ഇനിയിപ്പോൾ അടുത്ത വിഷു ആവാനായി, അടുത്ത മാസം വിഷു ആയി. അപ്പോൾ അങ്ങനെ നമുക്ക് ഓട്ടോ ഒക്കെ കിട്ടി. ഓട്ടോ കിട്ടി നമ്മൾ നേരെ എൻ്റെ ഹരിമാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വാവ ഞങ്ങൾ പോയപ്പോൾ ഉറങ്ങിയിരുന്നു. പക്ഷേ എത്ര പെട്ടെന്ന് അറിയോ നീച്ചിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വതവേ പറഞ്ഞാൽ അങ്ങനത്തെ മക്കളെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. സ്വതവേ ഈ ചെറിയ വാവന്മാർ എങ്ങനെയാണ് നീച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിടിച്ചിലായി ഭയങ്കര അലമ്പായി. പക്ഷേ ഈ വാവയ്ക്കും ഒരു അലമ്പും ഇല്ല കേട്ടോ. എല്ലാവരും എടുത്തേക്കും പോകുന്നുണ്ട്. എല്ലാവരും എടുക്കുമ്പോൾ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. ആളിങ്ങനെ മുഖത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ വാവകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയപ്പോൾ തൊട്ട് ഈ കുട്ടീനെ താഴത്തേ വെച്ചില്ല, ഞാൻ മൊത്തം അങ്ങനെ എടുത്തുകൊണ്ട് നടക്കിയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളെ കുഞ്ഞൊക്കെ ഒന്ന് മടിയിലൊക്കെ കൊടുത്തിട്ട്, അപ്പോൾ കുഞ്ഞൊക്കെ നല്ല ഇഷ്ടമാണ് ഈ ചെറിയ മക്കളെയൊക്കെ. അപ്പോൾ ഈ വാവേനെ നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കുന്നത് കുഞ്ഞു എന്നാണ് കേട്ടോ, വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര്. പക്ഷേ ഈ വാവേൻ്റെ റിയൽ നെയിം വന്നിട്ട് ഇതൾ എന്നാണ് കേട്ടോ. നല്ല ഒരു വെറൈറ്റി പേരല്ലേ, ഇതൾ. അപ്പോൾ അങ്ങനെ ഭാവി എന്തൊക്കെയോ നമ്മളോട് പറയാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആൾക്കൊന്നും പറയാനൊന്നും ആയില്ല. കാരണം കുഞ്ഞു ഭാവിയാണ്, 8 മാസമായിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് പറയാനൊന്നും ആയില്ല. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരമൊക്കെ വാവേനെ കളിപ്പിച്ച് പിന്നെ ആളെ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടി കുറേ നേരം ഞങ്ങൾ ക്യാമറയായിട്ട് നടന്നു കേട്ടോ. പിന്നെ ആളിങ്ങനെ ഇടക്കിടക്കാണ് ഓരോ ചിരി പാസ്സാക്കണത്. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെന്താണ്, എൻ്റെ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അലമ്പില്ലേനു കേട്ടോ. പിന്നെ അമ്മേൻ്റെ മടിയിലൊക്കെ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് എന്തൊക്കെയോ പറയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഇടക്കിടക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ ആൾ നോക്കും. എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയാനൊക്കെ ആയിട്ട് നോക്കും കേട്ടോ. പക്ഷേ ആൾക്ക് വർത്തമാനം പറയാനൊന്നും അങ്ങനെ ആവാത്തതുകൊണ്ട് എന്താണ് ആൾ പറയണതെന്നുള്ളൊരു ക്ലാരിറ്റി ഉമ്മക്കും കിട്ടൂല. അപ്പം അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ചിപ്സ്, കേക്ക് ഇതൊക്കെ തിന്ന് പിന്നെ ഞാനും ഭാവിയും കൂടെ ഇവിടെ നമ്മൾ കൊലായിലിരിക്കുക കേട്ടോ. എല്ലാവരും കൊലായിലിരിക്കുന്നുണ്ട്. അപ്പോൾ ആളെ ഞാൻ മടി വെച്ച് ഇങ്ങനെ കളിപ്പിക്കുകയാണ്. എന്താ പറയുക, എന്തൊക്കെയോ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ കണ്ടിട്ടാണെന്നറിയില്ല, ആളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം മടിയിലൊക്കെ ഇരുത്തി കളിപ്പിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചാൽ ഞാനും ഭാവിയും കൂടെ കുറച്ചൊന്ന് നടക്കാമെന്ന്. അങ്ങനെ ഇവിടുത്തെ മുറ്റത്ത് കൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലേനു. വാവക്കും അങ്ങനെ അത്ര ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഇല്ലേനു. നല്ല കാറ്റും പിന്നെ പുറത്ത് തന്നെ ഇങ്ങനെ അത്യാവശ്യം ഡയറക്റ്റ് റോഡാണ്. അപ്പം മുന്നിൽ കൂടെ ഈ പോണ എന്താ പറയുക ബസ്സും പിന്നെ അത് കൂടാണ്ട് വണ്ടികളൊക്കെ ഇങ്ങനെ ആൾ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറയുന്നത് ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോട്ടക്കടവ് കാൽവരി ഹിൽസിൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ മുന്നിൽ തന്നെ ചേർച്ചാണ്. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ കുഞ്ചുതായി വാവൻ്റെ കാലിങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ആൾ അപ്പോഴത്തേക്ക് പിന്നെ വാവ കുറച്ചൊന്ന് എന്താ പറയുക അറ്റാക്കിങ് മൂഡ് തുടങ്ങി. കുഞ്ചുവിൻ്റെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് മുഖത്തൊക്കെ രണ്ടടിയൊക്കെ കൊടുക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുക കേട്ടോ. അപ്പോൾ വാവേനോട് ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ റീനേച്ചി, അതായത് ഈ വാവേൻ്റെ അമ്മമ്മ കേട്ടോ, ഹരിതേൻ്റെ അമ്മ ഞങ്ങൾക്ക് കുറച്ച് അരിനെല്ലിക്കൊക്കെ തന്നിനു. അപ്പോൾ അരിനെല്ലിക്ക മാത്രമല്ല മുരിങ്ങേൻ്റെ ഇലയൊക്കെ തന്നിനു കേട്ടോ. അവരെ വീട്ടിൽ ഉള്ളതാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് അരിനെല്ലിക്കൊക്കെ നല്ലോണം കഴുകി തിന്ന്. പിന്നെ അത് കൂടാണ്ട് അരിനെല്ലിക്ക ഉപ്പിലിട്ടാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഉപ്പിലിട്ടാൽ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അതിന് കുറച്ച് അരിനെല്ലിക്ക എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുന്നേ കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കൊലായിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇവളെ പാറു നാട്ടിലെത്തിയ ആ ഒരു നഗ്ന സത്യം മനസ്സിലാക്കുന്നത്. കാരണം കൊലായി നിൽക്കുമ്പോൾ ഇവളെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കണ്ടേനു. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോൾ ആൾ പെട്ടെന്ന് വന്നു. അപ്പോൾ ഞാൻ ഈ ഫോണിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇവള് പറയണ്ടേനു നമുക്ക് മനസ്സിലായി ഇത് വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ആൾ വന്ന് നമ്മൾ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിന് ശേഷം പാറു പോയി കേട്ടോ. അങ്ങനെ പിന്നെ എന്താണ് ഞാൻ ചായയൊക്കെ കുടിച്ച് ഒരു സമൂസയൊക്കെ തിന്ന്. പിന്നെ കുഞ്ചു ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം കുഞ്ചു ഇന്ന് നമ്മളെ വീട്ടിൽ സ്റ്റേ ചെയ്യുകയാണ്. കാരണം ഇത്രയും ദിവസം അവൾക്ക് ഡാൻസ്, പിന്നെ അത് കൂടാണ്ട് അവൾക്ക് വയ്യായി അങ്ങനെയൊക്കെ ആയിട്ട് എന്താണ് ആൾ സ്റ്റേ ചെയ്യാനൊന്നും വന്നില്ല. ഇപ്പോൾ പരീക്ഷയാണ്. എന്നാലും പരീക്ഷേൻ്റെ ഇടയിലും കൂടെ കുഞ്ചു ഇന്ന് ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇന്ന് ആളുണ്ട്. പിന്നെ നമ്മൾ ലൈവൊക്കെ നടത്തുമ്പോൾ എപ്പോഴും ആൾക്കാർ ചോദിക്കലുണ്ട് കുഞ്ചു എവിടെയാണ്, എന്താണ് ഇപ്പം കാണലേ ഇല്ലല്ലോ എന്നൊക്കെ. ആക്ച്വലി ഇന്ന് തൊട്ട് നമ്മൾ വെയിറ്റ് ലൂസ് ചാലഞ്ച് തുടങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഇവിടെ പിന്നെ ഒരു ഉഴുന്നുവട ഉണ്ട്. അപ്പം ഞാൻ ഒരു സമൂസ കഴിച്ചു. അപ്പോൾ ഒരു ഉഴുന്നുവടയും കൂടെ കഴിക്കാൻ വിചാരിച്ചു. നാളെ തൊട്ട് ഞാൻ വെയിറ്റ് ലോസ് ആണ്. ഞാൻ ഇമാതിരി സാധനങ്ങളൊന്നും തിന്നൂല. ഓയിലി ഐറ്റംസിനോടൊക്കെ വിടാം. ഷുഗർ കട്ട്, പിന്നെന്താ 3 ലിറ്റർ വെള്ളം എന്നും കുടിക്കാം. പിന്നെന്താ പറയുള്ളത്, പിന്നെ പച്ചക്കറി. അതല്ല ഇന്നലെ തുടങ്ങാന്ന് പറഞ്ഞതാണ്. അത് ഗൈസ് ഇന്നലെ തുടങ്ങാന്ന് പറഞ്ഞാണ്. പക്ഷെ അച്ഛൻ രാത്രി വരുമ്പം നല്ല ചിക്കൻ ബ്രോസ്റ്റഡ് കൊണ്ടുവന്ന് പിന്നെ അച്ഛൻ ഇഷ്ടത്തോടു കൂടി തരുമ്പം നമ്മൾ എങ്ങനെ വേണ്ടാന്ന് പറയും. ഇതുണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ റീനേച്ച് തന്ന അരിനെല്ലിക്ക കേട്ടോ. നമ്മളിപ്പോ കുറച്ചെടുത്ത് തിന്നാമേ. ഇപ്പൊ നമ്മള് കുറച്ചെടുത്ത് തിന്നാണ്. പിന്നെ നമ്മളിനി ഉപ്പിലും കൂടെ ഇടും. ഓക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പാറു ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവന്നു കേട്ടോ. മുഹബത്ത് കാ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വത്തക്കയും പാലും കൂടെ ചേർത്തിട്ട് ഉള്ളൊരു ഐറ്റം. അപ്പോൾ ഇതാൾ ഉണ്ടാക്കി കൊണ്ടുവന്നിന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് സംഭവം കൊള്ളതിന് നല്ല ടേസ്റ്റ് ഇട്ടേനു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ഇരിക്കുകയാണ്. പിന്നെ ആ ഒരു ടൈം ആയപ്പോഴത്തേൻ്റെ അച്ഛൻ എന്താ പറയുക വർക്കൊക്കെ കഴിഞ്ഞ് വന്ന്. അപ്പം അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ എന്താണ് ഇപ്പോൾ ആ സമയം ഒരു 7:30. അപ്പം ഞങ്ങളിങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുഞ്ചിനെ കണ്ടില്ലേ കിളി പോയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് വ്ളോഗ്. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഉടനെ കാണാം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.